മാമിന്റെ ഡൗട്ട് എന്ന് വെച്ചാല് ഈ തിന്നായിട്ടുള്ള ഹെയറിൽ ബൊട്ടോക്സ് ചെയ്താല് ശരിയാവത്തില്ലേന്നല്ലേ? ശരിക്കും പറഞ്ഞ ഇങ്ങനെയുള്ള വളരെ തിന്നായിട്ടുള്ള ഹെയറിനാണ് ബൊട്ടോക്സിനിങ് അല്ലെങ്കിൽ നാനോപ്ലാസ്റ്റിയോ നമ്മുടെ ബ്രസീലിയൻ വൈറൽ ട്രീറ്റ്മെന്റോ ഒക്കെ ചെയ്യേണ്ടത്. കാര്യം എന്ന് വെച്ചാല് നമ്മൾ ഇത്രയും തിന്നായിട്ടുള്ള ഹെയറിന് ഒരു ഫില്ലിംഗ് ആണ് കൊടുക്കുന്നത്. മാം ഈ ഹെയർ ഒന്ന് തൊട്ട് നോക്കിക്കേ, ഇങ്ങനെ പിടിച്ചു നോക്കിക്കേ, വെയിറ്റ് ഇല്ലേ? ആ അത് ഈ വെയിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് കൊടുത്ത ആ പ്രോട്ടീനാണ്. ഞാനും നാനോപ്ലാസ്റ്റിയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ മാം ഇത് ചെയ്ത് കഴിയുമ്പോൾ ഒരു 3-4 വാഷൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഫേസിൽ ഇങ്ങനെ ഫേസ് കുറച്ച് ഒട്ടിപ്പോകും എന്നതാണ് പേടി, അല്ലേ? അല്ലേ? കുറച്ച് ഒരു 3-4 വാഷ് കഴിയുമ്പോൾ ഈ ഒരു തിക്നെസ് ഫോം ചെയ്ത് നമുക്ക് ഹെയർ നന്നായിട്ട് കിട്ടും കേട്ടോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള വളരെ തിന്നായിട്ടുള്ള ഹെയറിൽ വേണം ബൊട്ടോക്സിനിങ് ചെയ്യാനായിട്ട്. ബൊട്ടോക്സിനിങ്ങില് പല പല വേരിയൻസ് ആണ്. നാനോപ്ലാസ്റ്റിയ, ബൊട്ടോപ്ലാസ്റ്റിയ, ദെൻ എന്താണ് ബ്രസീലിയൻ വൈറൽ ട്രീറ്റ്മെന്റ്, ഇതൊക്കെ ഒത്തിരി പേരുടെ ഡൗട്ട്സ് ആണ്. എനിക്ക് ഒരുപാട് DM വരാറുണ്ട്. ഓക്കെ, അപ്പൊ മാമിന് മനസ്സിലായോ? പേടിക്കണ്ട, പേടിക്കണ്ട. ഇന്നിപ്പോ നമ്മൾ സ്പായും ചെയ്തു, ഫേഷ്യലും ചെയ്തു. ഇഷ്ടപ്പെട്ടോ സർവീസ് ഒക്കെ? ഇൻസ്റ്റഗ്രാം കണ്ടിട്ടാണോ വന്നേ? അപ്പൊ എന്തായാലും ഇനി മാം പേടിക്കണ്ട. നമുക്ക് നെക്സ്റ്റ് മന്ത് മാം പറ്റുമെങ്കിൽ വന്നോളൂ കേട്ടോ. നമുക്ക് ഇതൊരു റേറ്റ് ഒക്കെ വളരെ കുറച്ചേ ആവും, ബേസിക്കലായിട്ടുള്ള റേറ്റേ ആവത്തുള്ളൂ കേട്ടോ. ഇത്രയും തിന്നായതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മാം ചെയ്തു നോക്കൂ വൺസ് എ ടൈം. എന്തായാലും വിശ്വസിച്ച് ഇവിടം വരെ വന്നു. ഇനി നമുക്ക് ബൊട്ടോക്സ് ഒക്കെ ചെയ്തൊരു മേക്ക് ഓവർ ചെയ്യണം കേട്ടോ. അപ്പൊ ഓക്കെ, താങ്ക് യു ഫോർ കമ്മിങ്.